ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഇൻട്രസ്റ്റ് ആൻഡ് ടൈം വാല്യൂവിലെ മറ്റൊരു സെക്ഷനാണ്. നോമിനൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അതുപോലെ തന്നെ റിയൽ ആൻഡ് എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെ കുറിച്ചുള്ളതാണ് പറയാൻ പോകുന്നത്. നമുക്കറിയാം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്താണെന്ന് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് എങ്ങനെയാണ് നോമിനൽ അല്ലെങ്കിൽ അതെങ്ങനെ റിയൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആകുന്നത്, അതല്ലെങ്കിൽ എഫക്റ്റീവ് റേറ്റ് എന്നാൽ എന്താണ് എന്നുള്ളതാണ് ഒന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നോക്കുക. വാട്ട് ഈസ് നോമിനൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്? നിങ്ങൾക്കിപ്പോൾ ബാങ്കിൽ നിന്ന് ഒരു ലോണ് വാങ്ങുകയാണെങ്കിൽ അതിൻ്റെ മേലെ 8% ആണ് നിങ്ങൾക്ക് തരുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് നോമിനൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. സാധാരണയായിട്ട് അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ റേറ്റ് ഓഫ് റിട്ടേൺ എത്രയാണെന്ന് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് ലോൺ വാങ്ങുമ്പോൾ പറയുകയാണ് എത്രയാണ് അതിൻ്റെ കോസ്റ്റ് അല്ലെങ്കിൽ റേറ്റ് എന്ന് പറയുകയാണെങ്കിൽ അത് നോമിനൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. അതിൽ പറയപ്പെട്ടിട്ടുള്ള ഇൻട്രസ്റ്റ് എത്രയാണോ അത്. ഇത് നോമിനൽ ആണ് പറയാൻ കാരണം എന്താണ്? ഇറ്റ് ഡസ് നോട്ട് ടേക്ക് ഇൻ ടു അക്കൗണ്ട് ദ ഇൻഫ്ലേഷൻ റേറ്റ്. ഇൻഫ്ലേഷൻ റേറ്റിനെ നമ്മൾ കണക്കിലെടുക്കാതെ നമുക്ക് തരുന്ന സാധാരണ ഒരു റേറ്റ് ആണ് എന്ത്? നോമിനൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, കാരണം നമുക്കറിയാം നമ്മൾ ഇപ്പോൾ 1 ഇയർ 2 ഇയർ ഒക്കെ ആയിട്ടാവും നമ്മൾ, അല്ലെങ്കിൽ ലോങ് പീരീഡ് ഓഫ് ടൈമിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലോൺസ് ആൻഡ് അഡ്വാൻസസ് ഒക്കെ എടുക്കുന്നത്. അപ്പോൾ ഈ ലോൺസിൻ്റെ ഇന്നത്തെ വാല്യൂ ആയിരിക്കില്ല ഒരു പക്ഷേ നാളെ മറ്റന്നാളോ ആ ഒരു എമൗണ്ടിനുള്ളത്, ആ ഒരു റുപ്പീസ് വാല്യൂ എന്തായിരിക്കും, മാറ്റം ഉണ്ടാവും. കാരണം ഇൻഫ്ലേഷൻ ടൈം എന്ന് പറയുന്നത് പ്രൈസ് ലെവൽ ഇൻക്രീസ് ചെയ്യുന്ന ഒരു അവസ്ഥയാണല്ലേ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ഇൻഫ്ലേഷൻ റേറ്റ് കണക്കിലെടുക്കാതെ നമുക്ക് തരുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നോമിനൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നോമിനൽ ഇൻട്രസ്റ്റ് റേറ്റ് റെഫേഴ്സ് ടു ദി ഇൻട്രസ്റ്റ് റേറ്റ് ബിഫോർ ടേക്കിംഗ് ഇൻഫ്ലേഷൻ ഇൻടു അക്കൗണ്ട്. ബിഫോർ ടേക്കിംഗ് ഇൻഫ്ലേഷൻ ഇൻടു അക്കൗണ്ട്. ഈ ഒരു പോയിന്റ് മാത്രം നിങ്ങൾ എഴുതിയാൽ തന്നെ നോമിനൽ ഇൻട്രസ്റ്റിന്റെ മീനിങ് ആയി. അപ്പോൾ എന്താ പറയുക? നോമിനൽ ഇൻട്രസ്റ്റ് റേറ്റ് റെഫേഴ്സ് ടു ദി ഇൻട്രസ്റ്റ് റേറ്റ് ബിഫോർ ടേക്കിംഗ് ഇൻഫ്ലേഷൻ ഇൻടു അക്കൗണ്ട്. ഇൻഫ്ലേഷൻ കണക്കിലെടുക്കാതെ നമ്മളെ എമൗണ്ടിന് നമുക്ക് തരുന്ന ഇൻട്രസ്റ്റ് റേറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നോമിനൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇറ്റ് ക്യാൻ ബി ആൾസോ കോൾഡ് എന്താണ്? അഡ്വർടൈസ്ഡ് ഓർ സ്റ്റേറ്റഡ് ഇൻട്രസ്റ്റ് റേറ്റോ എന്നും പറയാം. അഡ്വർടൈസ്ഡ് ഓർ സ്റ്റേറ്റഡ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാലും നോമിനൽ റേറ്റ് ആണ്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ കോമ്പൗണ്ടിങ് പീരീഡ്, അതായത് കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റ് നമ്മൾ കണക്കിലെടുക്കൂല ഏതില്? നോമിനൽ റേറ്റ് ആണെങ്കിൽ. ഓക്കെ, അപ്പോൾ അടുത്തത് നോക്കാം, എന്താണ് റിയൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. നോമിനൽ റേറ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കാരണം ഇൻഫ്ലേഷൻ കണക്കിലെടുക്കാതെ നമുക്ക് സാധാരണ തരുന്ന ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ആണ് നമ്മളെ നോമിനൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്തായിരിക്കും റിയൽ? അതിന് നേരെ ഓപ്പോസിറ്റ് എന്താണ്? റിയൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ it is an interest rate that has been adjusted to remove the effects of inflation to reflect the real cost of fund. അപ്പോൾ എന്താണ്? ഇൻഫ്ലേഷൻ റേറ്റിനെ കണക്കിലെടുത്തുകൊണ്ട് നമുക്ക് നൽകുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ആണെന്ത്? റിയൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്നുള്ളത്. മനസ്സിലായോ? അപ്പോൾ നോമിനൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻഫ്ലേഷൻ റേറ്റ് കണക്കിലെടുക്കൂല. റിയൽ ആണെങ്കിലോ യഥാർത്ഥത്തിൽ എത്രയാണ് ഇപ്പോൾ ആ ഒരു ബോറോഡ് ഫണ്ടിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണോ അത് നമ്മൾ കണക്കാക്കുന്നത് എങ്ങനെയാണ്? നോമിനൽ റേറ്റ് നിന്ന് ഇൻഫ്ലേഷൻ റേറ്റ് കുറച്ചിട്ടാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു 10% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ നിങ്ങൾക്കൊരു 1 lakh rupees തന്നു എന്ന് വിചാരിക്കുക. ഓക്കെ, 1 year 1 lakh rupees 1 yearന് തന്നു എന്ന് വിചാരിക്കുക. ആ 1 yearന് ശേഷം നിങ്ങൾ അടക്കേണ്ടത് എന്ന് പറഞ്ഞാൽ 1 lakh plus 10,000 ആണ് അല്ലേ? 10% എന്ന് പറയുമ്പോൾ 1,10,000 നിങ്ങൾ കൊടുക്കേണ്ടി വരും. പക്ഷേ ഈ ഇൻഫ്ലേഷൻ റേറ്റ് അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 1 year ബിഫോർ തന്ന 1 lakhന്റെ എന്തുണ്ടാവില്ല? മൂല്യം എന്തുണ്ടാവില്ല? ഇന്ന് നിങ്ങൾ അയാൾക്ക് തിരിച്ചു കൊടുക്കുന്നു 1,10,000 rupeesന് ചിലപ്പോൾ ഉണ്ടാവില്ല.
ഓക്കെ, 1 lakh എന്നത് ചിലപ്പോൾ 1,05,000 തുല്യമായിരിക്കും, അല്ലെങ്കിൽ 1,06,000 തുല്യമായിരിക്കും. കാരണം അവിടുത്തെ ഇൻഫ്ലേഷൻ റേറ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ 4% കൂടി എന്ന് പറയാം, അല്ലെങ്കിൽ 5% കൂടി എന്ന് പറയാം, അല്ലെങ്കിൽ 6% കൂടി എന്ന് പറയാം അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് 1 year ബിഫോർ തന്ന 1 lakhും ഇന്ന് അതിന് ഇൻഫ്ലേഷൻ റേറ്റ് ഇപ്പോൾ ഒരു 5% ആണെങ്കിൽ ആ 1 lakh എന്നുള്ളത് ഇന്നത്തെ 1,05,000 സെയിം ആയിരിക്കും. ദെൻ അയാൾക്ക് അതിൽ നമ്മൾ നൽകുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ബാക്കി എത്രയേ ഉണ്ടാവുള്ളൂ, 5,000 അല്ലേ. ആ 10,000-ലെ 5,000 അയാൾക്ക് ഇൻഫ്ലേഷൻ റേറ്റ് ആയിട്ട് പോയി. ബാക്കി യഥാർത്ഥത്തിൽ അയാൾക്കുള്ള ഇൻട്രസ്റ്റ് കിട്ടിയത് എത്രയാണ്, വെറും 5% മാത്രമാണ്. അങ്ങനെ കാണുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിയൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇൻഫ്ലേഷൻ കണക്കിലെടുത്തുകൊണ്ട് നമ്മൾ കണക്കാക്കപ്പെടുന്ന ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ആണ് എന്ത്, റിയൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്നുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ അതിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എങ്ങനെയാണ് റിയൽ ഇൻട്രസ്റ്റ് റേറ്റ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്, നോമിനൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് മൈനസ് ഇൻഫ്ലേഷൻ റേറ്റ് ഈക്വൽ ടു റിയൽ ഇൻട്രസ്റ്റ് റേറ്റ്. മനസ്സിലായോ? നോമിനൽ ഇൻട്രസ്റ്റ് റേറ്റിൽ നിന്നും ഇൻഫ്ലേഷൻ റേറ്റ് കുറച്ചാൽ നമുക്ക് ഏത് കിട്ടും, റിയൽ ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടും. അപ്പോൾ നോമിനൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കാണാനോ നേരെ ഓപ്പോസിറ്റ് ചെയ്താൽ മതി. റിയൽ ഇൻട്രസ്റ്റ് റേറ്റ് പ്ലസ് ഇൻഫ്ലേഷൻ റേറ്റ് ചെയ്താൽ നമുക്ക് ഏത് കിട്ടും, റിയൽ ഇൻട്രസ്റ്റ് റേറ്റും കിട്ടും. അപ്പോൾ നോമിനൽ എന്താണ്, റിയൽ എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ ഡിഫറൻസ് ഞാനൊരു എക്സാമ്പിളിലൂടെ ഒന്നും കൂടെ പറഞ്ഞ് മനസ്സിലാക്കി തരാം. അപ്പോൾ നോക്കുക, ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ റിയൽ ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് ദ നോമിനൽ ഇൻട്രസ്റ്റ് റേറ്റ്. ഇവിടെ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദ നോമിനൽ ഇൻട്രസ്റ്റ് റേറ്റ് is the percentage increase in money you pay to the lender for the use of the money you borrowed. നോമിനൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്താണ് എന്നാണ് ഇപ്പോൾ പറഞ്ഞത് അല്ലേ. എന്താണ്, പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ മണി യു പേ ടു ദ ലെൻഡർ ഫോർ ദ യൂസ് ഓഫ് ദി മണി യു ബോറോവഡ്. നിങ്ങൾ ഒരാളെ കയ്യിൽ നിന്നും കടം വാങ്ങിയ ഒരു എമൗണ്ട് നിങ്ങൾ ഉപയോഗിക്കുന്നതിന് അയാൾക്ക് നൽകുന്ന കോസ്റ്റ് അല്ലെങ്കിൽ റിട്ടേൺ ആണ് എന്ത്, നമ്മളെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് അല്ലേ. അതിനെയാണ് നമ്മൾ നോമിനൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അവിടെയാണ് ഒരു എക്സാമ്പിൾ പറയുന്നത്. നോക്കുക, ഇമേജിൻ ദാറ്റ് യു ബോറോവഡ് ₹100 ഫ്രം യുവർ ബാങ്ക് 1 year ago. ഓക്കെ, ഒരു വർഷം മുന്നേ നിങ്ങളുടെ ബാങ്കിൽ നിന്ന് നിങ്ങൾ 100 രൂപ കടമെടുത്തു എന്ന് വിചാരിക്കുക. അറ്റ് 8% ഇൻട്രസ്റ്റ് ഓൺ യുവർ ലോൺ. 8% പലിശക്ക് നിങ്ങൾ 100 രൂപ എടുത്തു എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങൾ എത്ര രൂപ അടക്കണം, 100 പ്ലസ് 8% അഥവാ 108 രൂപ നിങ്ങൾ അയാൾക്ക് കൊടുക്കണം അല്ലേ. ഇതാണ് നോമിനൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. 100 രൂപക്ക് എത്രയാണോ 8% പലിശ എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എത്ര അടക്കണം, 108 രൂപ ഒരു വർഷം കഴിയുമ്പോൾ അടക്കണം. ഓക്കെ, ഇനി നോക്കാം എന്താണ് റിയൽ ഇൻട്രസ്റ്റ്, അല്ലെങ്കിൽ എപ്പോഴാണ് റിയൽ ഇൻട്രസ്റ്റ് വരുന്നതെന്ന്. അപ്പോൾ നോമിനൽ ഇൻട്രസ്റ്റ് റേറ്റിൽ നമ്മൾ എന്ത്, ഇൻഫ്ലേഷൻ റേറ്റ് കണക്കിലെടുക്കുന്നില്ല അല്ലേ. ഇനി ഇൻഫ്ലേഷൻ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്താൽ എങ്ങനെയാണ് വരിക എന്ന് നോക്കാം. അപ്പോൾ to continue our scenario, suppose on your way to the bank a newspaper headline caught your eye stating. അപ്പോൾ നിങ്ങൾ പോണ വഴിക്ക് നിങ്ങൾ ഒരു പേപ്പറിലെ ഹെഡ്ലൈൻ കാണുകയാണ്. എന്താണ് ആ ഹെഡ്ലൈൻ, ഇൻഫ്ലേഷൻ അറ്റ് 5% ദിസ് ഇയർ. ഈ വർഷം ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് 5%. അപ്പോൾ നിങ്ങൾ ബാങ്കിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്, ടു റീപേ യുവർ ലോൺ അല്ലേ. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ 108 രൂപ ഉണ്ട്. ഈ 108 രൂപ നിങ്ങൾ അടക്കാൻ പോവുകയാണ്. അപ്പോഴാണ് നിങ്ങൾ ഈ വാർത്ത കണ്ടത്, ഇൻഫ്ലേഷൻ ഓൺ അറ്റ് 5% ദിസ് ഇയർ. ഈ വർഷം ഇൻഫ്ലേഷൻ റേറ്റ് എത്രയാണ്, 5% അല്ലേ. അപ്പോൾ ഇൻഫ്ലേഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ജനറൽ പ്രൈസ് ലെവൽ ഇൻക്രീസ് ചെയ്യുന്ന അവസ്ഥയാണ് നമ്മൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 5% എന്ന് പറയുമ്പോൾ ഇന്നലെ നിങ്ങൾ, ഫോർ എക്സാമ്പിൾ ഇന്നലെ നിങ്ങൾ അല്ലെങ്കിൽ ഒരു വർഷം മുന്നേ നിങ്ങൾ വാങ്ങിയ പച്ചക്കറി 10 രൂപക്ക് നിങ്ങൾ പച്ചക്കറി വാങ്ങിയെങ്കിൽ അതേ സെയിം ക്വാണ്ടിറ്റിയിലുള്ള ആ ഒരു പച്ചക്കറി ഇന്ന് 10 രൂപക്ക് നിങ്ങൾക്ക് കിട്ടുന്നില്ല. അതിനെന്ത് കൊടുക്കണം, നിങ്ങൾ പ്ലസ് 5% എന്ത് കൊടുക്കണം, പൈസയും കൂടെ കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടുന്നുള്ളൂ. മനസ്സിലായോ?
അപ്പോൾ ആ ഒരു സെയിം ക്വാണ്ടിറ്റിയിലുള്ള ഒരു സാധനം നിങ്ങൾ ഒരു വർഷം മുന്നേ വാങ്ങിയതും അതേ സാധനം നിങ്ങൾ ഇന്ന് വാങ്ങുന്ന വിലയും തമ്മിൽ വ്യത്യാസമുണ്ട്. എത്ര ശതമാനം? 5%. മനസ്സിലായോ? അപ്പോൾ ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ദ കൺസെപ്റ്റ് ഓഫ് റിയൽ ഓർ ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റഡ് ഇൻട്രസ്റ്റ് റേറ്റ് ആവശ്യമായി വരുന്നത്. ഒരാൾക്ക് യഥാർത്ഥത്തിൽ എത്ര ബെനിഫിറ്റ് അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ എത്ര കോസ്റ്റ് കിട്ടുന്നുണ്ട് എന്ന് അറിയാനാണ് നമ്മൾ റിയൽ ഇൻട്രസ്റ്റ് റേറ്റ് കാണുന്നത്. മനസ്സിലായോ? അപ്പൊ എൻ്റെ കയ്യിലുള്ളത് ഞാൻ നിങ്ങൾക്ക് കടമായി തരുകയാണെങ്കിൽ ഒരു വർഷം കഴിഞ്ഞ് നിങ്ങൾ അത് തിരിച്ചു തരുമ്പോൾ ആ എമൗണ്ടിൽ ഇപ്പൊ ഈ ഒരു എക്സാമ്പിളിൽ തന്നെ 108 രൂപയാണ് നിങ്ങൾ എനിക്ക് തരുന്നതെങ്കിൽ അതിൽ 5% ഇൻഫ്ലേഷൻ റേറ്റ് അവിടെ ഉണ്ട് അല്ലേ? അപ്പൊ ഞാൻ വിചാരിക്കുന്നത് 100 രൂപ ഞാൻ കൊടുത്താൽ 108 എനിക്ക് കിട്ടും എന്നുള്ളൊരു ധാരണ എനിക്കുണ്ട്. പക്ഷേ അവിടെ ഇൻഫ്ലേഷനും കൂടെ വന്നപ്പോൾ ആ ഒരു ധാരണ മാറി. എങ്ങനെയാ? എനിക്കാകെ 103 രൂപയെ കിട്ടുന്നുള്ളൂ. കാരണം 5% എന്നുള്ളത് ഇൻഫ്ലേഷൻ റേറ്റ് ആണ്. ഇൻഫ്ലേഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ അന്ന് 100 രൂപക്ക് സാധനം വാങ്ങിയിട്ട് അതേ ക്വാണ്ടിറ്റിയിൽ ആ 100 രൂപ കൊണ്ട് ഞാൻ ഇന്ന് പോയാൽ എനിക്ക് സാധനം കിട്ടില്ല. കാരണം 105 രൂപ എനിക്ക് അവിടെ വേണം. കാരണം കോസ്റ്റ് കൂടി അല്ലെ? പ്രൈസ് ലെവൽ കൂടി. അപ്പോൾ ആ ഒരു യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് എത്ര കിട്ടുന്നു അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് എത്ര കോസ്റ്റ് ആകുന്നു എന്നറിയാനാണ് നമ്മൾ റിയൽ ഇൻട്രസ്റ്റ് റേറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നോമിനൽ ഇൻട്രസ്റ്റ് റേറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഇൻഫ്ലേഷനും കൊണ്ട്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ പറഞ്ഞത് എന്താണ്? ദ റിയൽ ഇൻട്രസ്റ്റ് റേറ്റ് മെഷേഴ്സ് ദ പെർസെൻറ്റേജ് ഇൻക്രീസിങ് പർച്ചേസിങ് പവർ ഓഫ് ദി ലെൻഡർ. ഞാൻ പറഞ്ഞു പർച്ചേസിങ് പവർ യഥാർത്ഥത്തിൽ എത്രയാണ് എൻ്റെ പർച്ചേസിങ് പവർ എന്ന് അറിയണം എന്നുണ്ടെങ്കിൽ ഈ ഇൻഫ്ലേഷൻ റേറ്റ് നമ്മൾ നോക്കണം. ഞാൻ പറഞ്ഞു ആദ്യം 1 ഇയർ എഗോ എൻ്റെ പർച്ചേസിങ് പവർ 100 രൂപക്ക് കിട്ടിയ സാധനം ഇന്ന് 105 രൂപ കൊടുത്താലേ കിട്ടുന്നുള്ളൂ അല്ലേ? പർച്ചേസിങ് പവർ കുറഞ്ഞു. കാരണം എന്താണ്? അവിടെ ഇൻഫ്ലേഷൻ കൂടി അല്ലേ? അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞത്. ലെൻഡർ ഏൺഡ് 8% ₹8 on the 100 rupees loan. However, because inflation was 5% over the same time period, the lender actually earned only 3% in real purchasing power, or ₹3 on the ₹100 loan. നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ് എന്നുള്ളത് അല്ലേ? അപ്പോൾ ആ 3 രൂപ അല്ലെങ്കിൽ 3% മാത്രമാണ് എനിക്ക് ആ ഒരു ഞാൻ നിങ്ങൾക്ക് 100 രൂപ തന്നപ്പോൾ അതിൽ നിന്ന് റിട്ടേൺ അല്ലെങ്കിൽ കോസ്റ്റ് എന്ന് പറയുന്നത് വെറും 3 രൂപ മാത്രമാണ് എനിക്ക് കിട്ടിയത്. 5% എന്നുള്ളത് എന്തായിപ്പോയി? അത് ഇൻഫ്ലേഷൻ റേറ്റിൽ അഡ്ജസ്റ്റ് ചെയ്തു. അത് ഇൻഫ്ലേഷൻ ആണ് അല്ലേ? ടൈം വാല്യൂ നമ്മളെ മണി വാല്യൂ മാറിപ്പോയി അല്ലേ? ഇൻഫ്ലേഷൻ കാരണം മണി വാല്യൂ മാറിപ്പോയി. അതുകൊണ്ട് തന്നെ 3%മാണ് എനിക്ക് കിട്ടിയ റിയൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നോമിനൽ ഇൻട്രസ്റ്റും റിയൽ ഇൻട്രസ്റ്റും എന്താണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ ഒരു എക്സാമ്പിൾ ഓർത്താൽ തന്നെ നിങ്ങൾക്ക് അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ഓക്കെ, ദെൻ അപ്പോൾ ഈ ഒരു ഡയഗ്രത്തിൽ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കറക്റ്റ് അറിയാം. നോമിനൽ ഇൻട്രസ്റ്റ് റേറ്റ് 8% നമ്മൾ പറഞ്ഞ എക്സാമ്പിളിൽ അല്ലേ? അപ്പോൾ അതിൽ 5% എന്താണ്? ഇൻഫ്ലേഷൻ ആണ്. വെറും 3% മാത്രമേ എന്തുള്ളൂ? റിയൽ ഇൻട്രസ്റ്റ് റേറ്റ് ഉള്ളൂ. അപ്പോൾ അത് കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾക്കറിയാം. നോമിനൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക. റിയൽ ഇൻട്രസ്റ്റ് റേറ്റ് കാണാൻ നോമിനൽ ഇൻട്രസ്റ്റ് റേറ്റിൽ നിന്നും ഇൻഫ്ലേഷൻ കുറക്കുക. ഇനി ഇൻഫ്ലേഷൻ കാണാനാണെങ്കിൽ നോമിനൽ റേറ്റിൽ നിന്ന് റിയൽ ഇൻട്രസ്റ്റ് കുറക്കാം. ഓക്കെ, സിമ്പിൾ അല്ലേ? ദെൻ എഫക്റ്റീവ് ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റ്. എന്താണ് എഫക്റ്റീവ് ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റ്? എഫക്റ്റീവ് ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ റിയൽ ഇൻട്രസ്റ്റ് റേറ്റ് പോലെ തന്നെയാണ്. യഥാർത്ഥത്തിൽ നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ് എന്നറിയണം. ഇവിടെ നമ്മൾ ഇൻഫ്ലേഷന് പകരം നമ്മൾ എന്താണ്? കോമ്പൗണ്ടിങ് പീരീഡ് ആണ് നമ്മൾ കണക്കിലെടുക്കുന്നത്. ഒരു ഇൻട്രസ്റ്റ് റേറ്റ് എത്ര തവണ കോമ്പൗണ്ട് ചെയ്യുന്നു അല്ലെങ്കിൽ എത്ര തവണ ഇൻട്രസ്റ്റ് ഓൺ ഇൻട്രസ്റ്റ് കിട്ടുന്നു അതനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുക? എഫക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് എടുക്കുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 12% നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്കറിയാം ഒരു മാസം 12%-ലെ ഒരു മാസം 1% മാത്രമാണ് ഉണ്ടാവുക. കാരണം 12 മാസമാണ് ഒരു വർഷത്തിലുള്ളത് അല്ലെ? അതിൽ 12%-ൽ ഓരോ മാസവും ഓരോ ശതമാനമാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിപ്പോ ഈ കോമ്പൗണ്ട് ചെയ്യുന്നത് ഓരോ മാസം തോറും കോമ്പൗണ്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ 12 കോമ്പൗണ്ടിങ് പീരീഡ് ഉണ്ടാവും. നമ്പർ ഓഫ് കോമ്പൗണ്ടിങ് പീരീഡ്
12 ഉണ്ടാവും അല്ലെ. അങ്ങനെ 12 തവണ കോമ്പൗണ്ട് ചെയ്തിട്ടും നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണോ അതിനെയാണ് എഫക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഒരു വർഷത്തിനുള്ളിൽ എത്ര തവണ നമ്മൾ ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ചെയ്യുന്നു ആ ഒരു പീരീഡ് കണക്കിലെടുത്ത് നമ്മൾ കണ്ടെത്തുന്ന ഇൻട്രസ്റ്റ് റേറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എഫക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ്, അല്ലെങ്കിൽ എഫക്റ്റീവ് റേറ്റ്, അതും അല്ലെങ്കിൽ ആനുവൽ ഈക്വലന്റ് റേറ്റ്, അതും അല്ലെങ്കിൽ എഫക്റ്റീവ് ഈൽഡ് റേറ്റ്, ഇങ്ങനെയും പറയാം. അപ്പോൾ ഇതൊക്കെ പറഞ്ഞാലും എന്താണ്? എഫക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. ഓക്കെ, എന്തൊക്കെ പറയാം? എഫക്റ്റീവ് റേറ്റ് എന്ന് പറയാം, എഫക്റ്റീവ് ഈൽഡ് എന്ന് പറയാം, ആനുവൽ ഈക്വലന്റ് റേറ്റ് എന്നും പറയാം. അപ്പോൾ എന്താണ് എഫക്റ്റീവ് ആനുവൽ ഇൻട്രസ്റ്റ്? It is the rate, it is the real return on a saving account or any interest paying investment when the effect of compounding over time are into account. നമ്മൾ പറഞ്ഞു റിയൽ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് എടുക്കുന്നത്? ഇൻഫ്ലേഷൻ ആണ് എടുക്കുന്നത് അല്ലെ. ഇൻഫ്ലേഷൻ ആണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ എന്താ അഡ്ജസ്റ്റ് ചെയ്യുന്നത്? കോമ്പൗണ്ടിങ് ഓവർ ടൈം ആർ ടേക്കൺ ഇൻ ടു അക്കൗണ്ട് അല്ലെ. എത്ര തവണ നമ്മുടെ ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ഇൻട്രസ്റ്റ്, അതാണ് കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ അല്ലെ. അപ്പോൾ എത്ര തവണ അത് കോമ്പൗണ്ടിങ് ചെയ്യുന്നു, ആ ഒരു പീരീഡ് എത്രയാണെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവും. അതനുസരിച്ചാണ് നമ്മൾ എഫക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് കാണുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എന്താ ഒഴിവാക്കിയിട്ട് ഒന്നും കൂടെ വായിച്ച് ക്ലിയർ ആക്കുക. ഇതൊന്നും കൂടെ കേൾക്കുക. എന്താണ് സിമ്പിളായിട്ട് ഒന്നുകൂടെ പറയാം. കോമ്പൗണ്ടിങ് പീരീഡ് കണക്കിലെടുത്തുകൊണ്ടാണ് നമ്മളൊരു ഇൻട്രസ്റ്റ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എഫക്റ്റീവ് ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റ്. ഓക്കെ, അപ്പോൾ ഇതില് എന്താണ്, അതിനൊരു ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട്, നോക്കുക. എഫക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റിന്റെ ഫോർമുല എന്ന് പറയുന്നത് 1 + I/n or raised to n minus 1. അതാണ് നമ്മളെ ഇക്വേഷൻ. 1 + I/n or raised to n minus 1. അപ്പോൾ ഇത് ഓരോന്ന് എന്താന്ന് അടുത്തതിൽ പറഞ്ഞിട്ടുണ്ട്. R എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ലേ, അതായത് എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. R = 1 + I എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റേറ്റഡ് ഇൻട്രസ്റ്റ് റേറ്റ്. എത്രയാണോ നമുക്ക് പറഞ്ഞിട്ടുള്ള നോമിനൽ ഇൻട്രസ്റ്റ് റേറ്റ് അതിനെയാണ് I എന്ന് പറയുന്നത്. ഇപ്പോൾ 8% ആണെങ്കിൽ 8, 5 ആണെങ്കിൽ 5, ആ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ആണ് I എന്ന് സൂചിപ്പിക്കുന്നത്. N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കോമ്പൗണ്ടിങ് പീരീഡ്സ്. നമ്മൾ കണക്കിലാക്കുന്ന നമ്പർ ഓഫ് കോമ്പൗണ്ടിങ് പീരീഡ്സിനെയാണ് നമ്മൾ N എന്ന് പറയുന്നത്. ഓക്കെ, ഓർ റൈസ് ടു n. N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കോമ്പൗണ്ടിങ് പീരീഡ്സ് -1 എന്ന് ചെയ്താൽ നമുക്ക് എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കിട്ടും. ഓക്കെ, ദെൻ ഇവിടെ ഒരു എക്സാമ്പിൾ ഞാൻ തന്നിട്ടുണ്ട്. എന്താണ് ക്വസ്റ്റ്യൻ? ഇതാണ്. ഇഫ് 7% interest compounded 4 times a year, what will be the effective rate? 7% പലിശക്ക് ഒരു 7% ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഇൻവെസ്റ്റ്മെന്റിൽ അത് 4 തവണ കോമ്പൗണ്ടഡ് ആണ്. അതായത് അതിന്റെ നമ്പർ ഓഫ് കോമ്പൗണ്ടഡ് അല്ലെങ്കിൽ കോമ്പൗണ്ടിങ് പീരീഡ് എന്ന് പറഞ്ഞാൽ 4 ആണ് അല്ലേ. ദെൻ I എന്ന് പറയുന്നത് 7%. വാട്ട് വിൽ ബി ദ എഫക്റ്റീവ് റേറ്റ്? എഫക്റ്റീവ് റേറ്റ് എന്തായിരിക്കും? അപ്പോൾ ഫോർമുല നമുക്ക് തന്നിട്ടുണ്ട്. ദെൻ ഞാനത് വെച്ച് ചെയ്തതാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ R = 1 + I/n all raised to n minus 1 എന്നാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ R = 1 + ദെൻ I എന്ന് പറയുന്നത് എത്രയാണ്? 7%. 7% എന്ന് പറയുമ്പോൾ 7/100 അല്ലേ. 7/100 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 0.07 അല്ലേ. 0.07 ആണ് കിട്ടുക. ദെൻ ബൈ 4 എന്ന് പറയുന്നത് n ആണ് അല്ലേ. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കോമ്പൗണ്ടിങ് പീരീഡ്സ്. ദെൻ ഓൾ റൈസ് ടു 4 - 1. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 0.07/4 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 0.0175 എന്ന് കിട്ടും അല്ലേ. 0.0175 എന്ന് കിട്ടും. ദെൻ അതിനോട് കൂടെ ഒന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ 1.0175 എന്ന് കിട്ടും. ദെൻ അതിനെ റൈസ് ടു 4 ചെയ്യുമ്പോൾ 4 വട്ടം ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് ദെൻ ലാസ്റ്റ് ആൻസർ
0.079 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ എഫക്റ്റീവ് റേറ്റ് എന്ന് പറയുന്നത് 0.079 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് എഫക്റ്റീവ് റേറ്റ് കാണുന്നത്. ഇനി കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഇക്വേഷൻ മൈൻഡിൽ കറക്റ്റായിട്ട് കിട്ടും, ഡൗട്ട് ഇല്ലാതെ. അപ്പോൾ അങ്ങനെ വർക്കൗട്ട് ചെയ്ത് നോക്കുക, എക്സാമ്പിൾ എടുത്തിട്ട് വർക്കൗട്ട്. ഇപ്പോൾ ഈ 4 times a year എന്നാണ് 4 തവണ അല്ലേ. അതിപ്പോൾ ഈ എന്താവാം, സെമി ആനുവലി അല്ലെങ്കിൽ ഹാഫ് ഇയർലി അല്ലെങ്കിൽ ക്വാർട്ടർലി അല്ലെങ്കിൽ മന്ത്ലി അങ്ങനെയൊക്കെ വരാം. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ നമ്പർ ഓഫ് കോമ്പൗണ്ടിങ് പീരീഡ് എന്ത് ചെയ്യും, മാറും അല്ലേ. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഹാഫ് ഇയർലി ആണെങ്കിൽ അല്ലെങ്കിൽ സെമി ആനുവലി എന്ന് പറയുകയാണെങ്കിൽ എത്രയായിരിക്കും n വരിക, 2 അല്ലേ. ഒരു വർഷത്തിൽ സെമി ആനുവലി പറഞ്ഞാൽ 2, 6 മാസം കൂടുമ്പോൾ. ക്വാർട്ടർലി ആണെങ്കിൽ എത്ര വരും, 4 അല്ലേ. അപ്പോൾ അങ്ങനെ തന്നാലും നിങ്ങൾക്ക് n അതനുസരിച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് 3 ഇൻട്രസ്റ്റ് റേറ്റ് ഇതിൽ പ്രധാനമായിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു.